Zombie apocalypse. Hi friends, Pickle മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചൂരമീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു അച്ചാറാണ്. അതിനായിട്ട് ചൂരമീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മസാലകൾ നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് മിക്സ് ചെയ്യാം. ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഫിഷ് ഇട്ട് ഇളക്കാം. മീനിൽ മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഇനി അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മുളക് നമുക്കിത് അരിഞ്ഞെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. മീഡിയം തീയിലിട്ട് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ കോരി മാറ്റാം. അപ്പൊ നമ്മുടെ ഫിഷ് എല്ലാം ഇപ്പൊ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർക്കാനുള്ള മസാലകൾ നോക്കാം. മീൻ പുരട്ടി വെച്ചിരുന്ന പാത്രത്തിൽ തന്നെയാണ് നമ്മൾ അച്ചാറിന് ആവശ്യമായിട്ടുള്ള മസാലകൾ എടുക്കുന്നത്. എരിവെള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ കായം, ആവശ്യത്തിന് ഉപ്പ്. മസാലകളെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കാം. അച്ചാറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. എണ്ണ ചൂടായി വരുമ്പോ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് ഇളക്കി കൊടുക്കാം.
തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചൂരച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്തിട്ട് കുപ്പിയിലാക്കാം. നമ്മുടെ അച്ചാർ ഇവിടെ ഗ്ലാസ് ബോട്ടിലാക്കിയിട്ടുണ്ട്. അച്ചാർ ഗ്ലാസ് ബോട്ടിലാക്കുന്നതാണ് ഹെൽത്തി. 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ അച്ചാർ സൂപ്പർ ടേസ്റ്റിയാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.